നമസ്കാരം, rareandrealന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്പ്യൂട്ടറിന്റെ വേഗത കുറവ് നമ്മളിൽ ചിലർക്കെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. എന്നാൽ യാതൊരു പണച്ചെലവുമില്ലാതെ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗം കൂട്ടാവുന്നതേയുള്ളൂ. കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡെസ്ക്ടോപ്പിൽ നിന്നും ആവശ്യമില്ലാത്ത ഐക്കണുകൾ നീക്കം ചെയ്യുക. സ്ഥിരമായി ഉപയോഗമില്ലാത്തവ ഡിലീറ്റ് ചെയ്യുക. ഉപയോഗമില്ലാത്ത സോഫ്റ്റ്വെയറുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. പല സോഫ്റ്റ്വെയറുകളും നാം അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത്യാവശ്യമില്ലാത്ത ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇതിനാൽ പ്രോസസ്സറിന് ഹാർഡ് ഡിസ്കിൽ നിന്നും എളുപ്പത്തിൽ ഡാറ്റ തിരഞ്ഞു കണ്ടെത്താൻ സാധിക്കും. ആവശ്യമുള്ള നല്ല കുറച്ച് ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക. ഫോണ്ടുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്ന കാര്യപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഡിസ്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. ഇത് ഹാർഡ് ഡിസ്കിന്റെ ജോലിഭാരം കുറയ്ക്കും. ഉപയോഗമില്ലാത്ത ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. ഫ്ലോപ്പി, മോഡം തുടങ്ങിയവ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലൈവ് ഡെസ്ക്ടോപ്പ്, സ്ലൈഡ് ഷോ എന്നിവ ഒഴിവാക്കുക. ഇവ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇവ പ്രോസസ്സിംഗ് വളരെയേറെ ദുരുപയോഗം ചെയ്യുക പതിവാണ്. ആവശ്യമില്ലാത്ത വിൻഡോസ് ഫീച്ചറുകൾ നീക്കം ചെയ്യുക. ഇതും പ്രോസസ്സിംഗിന്റെ പവറിനെ ദുരുപയോഗം ചെയ്യും. ടെമ്പററി ഫയലുകൾ നീക്കം ചെയ്യുക. ഇത് റാം ഫ്രീ ആകാനും ഹാർഡ് ഡിസ്കിന് സ്പേസ് ലഭിക്കാനും സഹായിക്കും. റാം കപ്പാസിറ്റി കുറവാണെങ്കിൽ സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ റാം കപ്പാസിറ്റി കൂട്ടുന്നത് സിസ്റ്റത്തിന്റെ സ്പീഡ് കൂട്ടാൻ വളരെയേറെ നല്ലതാണ്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകൾ ഡിസേബിൾ ചെയ്യുക. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവ അപ്ഡേറ്റ് ചെയ്യാൻ തിരയാൻ തുടങ്ങും. ഇന്റർനെറ്റിന്റെ വേഗത കുറയും. വിൻഡോസ് അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഒറിജിനൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ ചെക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. രജിസ്ട്രി ക്ലീൻ ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുക. ഇതിന് സി ക്ലീനർ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവ പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെടുത്തും. ഇന്റർനെറ്റ് ഹിസ്റ്ററി നീക്കം ചെയ്യുക. ഒരുപാട് ടെമ്പററി ഫയലുകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇന്റർനെറ്റ് ഹിസ്റ്ററി. നിങ്ങളുടെ ബഡ്ജറ്റിനും കമ്പ്യൂട്ടറിനും ഇണങ്ങിയ ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക. സൗജന്യ ആന്റിവൈറസുകളായാലും മതി. എന്തായാലും സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രം. പ്രൈമറി ബൂട്ട് ഓപ്ഷൻ ഹാർഡ് ഡിസ്കായി സെറ്റ് ചെയ്യുക. ഇത് ബൂട്ടിംഗ് സമയം കുറയ്ക്കും. അല്ലെങ്കിൽ പ്രോസസ്സർ, മറ്റ് ഡിവൈസുകൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഹാർഡ് ഡിസ്കിൽ നിന്നും ബൂട്ട് ചെയ്യാൻ ആരംഭിക്കൂ. ഡ്രൈവറുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ ഡ്രൈവറുകൾ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകും. ആവശ്യമായ എല്ലാ ഡ്രൈവറുകളും ഇൻസ്റ്റാൾ ചെയ്യുക. ഡിസ്പ്ലേ, വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയ ഡ്രൈവറുകൾ ഇല്ലെങ്കിൽ അവ പ്രവർത്തിക്കാതിരിക്കുകയോ പെർഫോമൻസ് വളരെ മോശമാവുകയോ ചെയ്യും. ഒരു ഫോൾഡറിൽ തന്നെ വളരെയധികം ഫയലുകൾ സൂക്ഷിക്കരുത്. സബ് ഫോൾഡറുകൾ ഉപയോഗിക്കുക. പ്രോസസ്സറിന് കൂടുതൽ ഫയലുകളുള്ള ഫോൾഡറുകൾ ആക്സസ് ചെയ്യാൻ വളരെയധികം സമയം വേണ്ടിവരും. ഒരേ സമയം ഒന്നിലധികം ഫയൽ കോപ്പി ചെയ്യാതിരിക്കുക. ഇത് ഹാർഡ് ഡിസ്കിന് ജോലിഭാരം കൂടുകയാണ് ചെയ്യുന്നത്. ഓവറോൾ പെർഫോമൻസ് കുറയുന്നതാണ് ഇതിന്റെ ഫലം. ഒരുപാട് പ്രോഗ്രാമുകൾ തുറന്നിടുന്നത് മെമ്മറി ഉപയോഗം വർദ്ധിക്കും. അതുപോലെ ബ്രൗസറിൽ നിരവധി ടാബുകൾ തുറന്നിടുന്നതും ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യന്റെ ആവശ്യമില്ലാതെ തന്നെ കമ്പ്യൂട്ടറിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ദയവായി ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.